Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മലാണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് നോക്കാം. സ്റ്റഡ് ബേസ്, ഹാഫ് ബീഡ്, ബീഡ്സ്, റൈൻസ്റ്റോൺ, ബീഡ് ക്യാപ്സ്, ഹെഡ് പിൻ, ഐ പിൻ, പിന്നെ ഗ്ലൂ ഫെവി ബോണ്ട് ആണ് എടുത്തിരിക്കുന്നത്, പിന്നെ കട്ടർ പ്ലെയർ. അപ്പോൾ ആദ്യം തന്നെ സ്റ്റഡ് ബേസ് എടുക്കാം. അതിലോട്ട് ഈ ഫെവി ബോണ്ട് ഗ്ലൂ കുറച്ചാക്കിയിട്ട് ഹാഫ് ബീഡ് അതിൽ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഇത് ഹാഫ് ബീഡ് ഒട്ടിച്ച് കുറച്ച് നേരം ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഹെഡ് പിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു വൈറ്റ് കളർ ബീഡാണ് കോർക്കുന്നത്, 6 mm സൈസ് വരുന്ന ഒരു മുത്ത്. അതിനുശേഷം റൈൻസ്റ്റോണും വൈറ്റ് കളർ സ്റ്റോൺസ് ഉള്ള റൈൻസ്റ്റോൺ ആണ് കോർക്കുന്നത്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം, പല കളറിലും വാങ്ങിക്കാൻ കിട്ടും. നെക്സ്റ്റ് നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അത്രയും ലെങ്ത്ത് നിർത്തി ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ ഒരു ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. റൗണ്ട് നോസ് പ്ലെയർ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ പ്ലെയർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നോർമൽ പ്ലെയർ യൂസ് ചെയ്തിട്ടും ലൂപ്പ് ഉണ്ടാക്കി നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഐ പിൻ എടുക്കാം. ഐ പിന്നിൽ ഓൾറെഡി ഒരു ലൂപ്പ് ഉണ്ടാകും. ആ ലൂപ്പ് സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് അകത്തിയ ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുത്തത്തിലോട്ട് കോർക്കാം. നെക്സ്റ്റ് ഈ ലൂപ്പ് ക്ലോസ് ചെയ്യാം. ഇനി ഐ പിന്നിലാണ് നമ്മൾ കോർക്കുന്നത്. അപ്പോൾ ബീഡ് ക്യാപ്സ് എടുക്കാം. 7 ബീഡ് ക്യാപ്സ് ഞാൻ ഈ ഐ പിന്നിൽ കോർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ലെങ്ത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ 3-4 കോർത്താലും മതി. അല്ല ഇനി കമ്മലിന് കൂടുതൽ ലെങ്ത്ത് വേണമെങ്കിൽ കൂടുതൽ ബീഡ് ക്യാപ്സ് കോർക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിലും ഒരു ലൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ആ ലൂപ്പ് കുറച്ച് വലിയ ലൂപ്പ് തന്നെ ഉണ്ടാക്കണം, കാരണം നമ്മൾ അതിൽ സ്റ്റഡ് കോർക്കുന്നത്. അപ്പോൾ ലൂപ്പ് ഉണ്ടാക്കാൻ അത്രയും ലെങ്ത്ത് കണക്കാക്കി ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ലൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ വരണമെങ്കിൽ നമ്മളിതൊന്ന് സൈഡിലോട്ട് ബെൻഡ് ചെയ്യണം ആദ്യം. അതിനുശേഷം ഈ ഐ പിന്ന് ബാക്ക് സൈഡിലോട്ട് പതുക്കെ തിരിച്ചിട്ട് ലൂപ്പ് ഉണ്ടാക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല ഭംഗിയിൽ കിട്ടും. പിന്നെ ബീഡ് ക്യാപ്സിൻ്റെയും ഈ ലൂപ്പിൻ്റെയും ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വേണം. ഒരുപാട് ചേർന്ന് ലൂപ്പ് ഉണ്ടാക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡ് ഇടുന്ന സമയത്ത് അതിങ്ങോട്ട് തള്ളി നിൽക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ അവിടെ ചെറിയൊരു ഡിസ്റ്റൻസ് ഇടണം, എങ്കിൽ കമ്മൽ ഇടുമ്പോഴും അത് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, സിമ്പിളായിട്ടുള്ള ഒരു കമ്മലാണ്. ഇട്ടാൽ നല്ല ഭംഗിയും ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് മറക്കരുത്, ഷെയറും കമൻസ് എല്ലാം വേണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.